എന്താ പറ്റി ശരിക്കും എന്താ സംഭവിച്ചത്? ബസ്സിലൊക്കെ കയറിപ്പോയോ? എന്തൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അയ്യോ അൽഷിമേസ് അൽഷിമേസ്. ബസ് 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 എന്താ ബസ് എന്ന് പറഞ്ഞാൽ അവനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നോക്കിയപ്പോ ഇതൊക്കെ അവനൊന്നും അറിഞ്ഞിട്ടില്ല. അവന്നൊക്കെ കാണിക്കുക. ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നോക്കൂ അക്ബർ, ബസ്സിലുള്ള ആൾക്കാരെ പോലെ എന്നെ ഇങ്ങനെ നിൽക്കാന്നുള്ള വലിയൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. മാറ്റിക്കല്ലേ ഈ കുട്ടിയുടെ വിചാരം എന്താ? ഇവള് രംഭത്തിലോത്തപ്പ മറ്റേ ശോശ വല്ലതും ആണോ ഇങ്ങനെ തൊടരുത് പിടിക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടി. എന്നിട്ട് അടുത്ത ഡയലോഗ് പിന്നെ ഒന്നും പറയരുത്. എന്റെ അയാൾ ഇവിടെ അടിച്ചു ഇവിടെ പിടിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന് പറയണ. ഞാൻ ബസ്സിൽ ബാക്കിൽ വന്ന് നിൽക്കുന്ന പോലെയാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഉളുപ്പ് വേണ്ടോ? ഉളുപ്പ് അങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. അതൊക്കെ എത്ര വൃത്തികെട്ട വർത്താനാണ് ഈ അനു പറയുന്നത്. അങ്ങനെ എല്ലില്ലാതെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറയും. അല്ലെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മളാണ്. അതായത് നിവിൻ കിടന്നുള്ളല്ലേ ന്യായീകരിച്ച് ഉള്ള ഊർജ്ജങ്ങളല്ല. അല്ല, ആര്യൻ ചെയ്തൊന്നല്ല, ആര്യൻ അക്ബറിനെ തള്ളുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അപ്പൊ അക്ബർ വന്ന് എന്റെ പുറത്തൂടെ വീഴുന്ന മീൻസ് വന്ന് തട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്.